സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഒരു ദിവസം കൂടെ തന്നതിനായി അവിടത്തേക്ക് സ്തുതി. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് സകല മഹത്വവും അടിയങ്ങൾ അർപ്പിക്കുന്നു. കർത്തൃദിവസം ഈ ദൈവഹിതത്തിൻ്റെ പരിപൂർണ നിശ്ചയം തിരിച്ചറിയുവാനും അതിനെ ഞങ്ങൾ നിന്നിൽ മാത്രം ആശ്രയിപ്പാനും അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വാതിൽ തുറന്നു തരണമേ. തിരുവഴുത്തുകളുടെ ആഴങ്ങൾ അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രകാരം പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുന്ന് വ്യാഖ്യാനിക്കുകയും അവിടുന്ന് അത് ഞങ്ങൾക്ക് അന്തരംഗത്തിൽ ഗ്രഹിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ കേൾക്കുന്നതായ വചനം, ഞങ്ങളിൽ വീഴുന്നതായ വചനം 30, 60, 100 മേനി ഫലം കായ്പാൻ തക്കവണ്ണം ഞങ്ങളെ നല്ല നിലങ്ങളാക്കണമേ. വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ദുഷ്ടചിന്തകളെയും ശത്രുവിൻ്റെ എല്ലാ വ്യാപാരത്തെയും യേശുവിൻ്റെ അത്ഭുതമേറിയ നാമത്തിൽ ഞങ്ങൾ പ്രതിരോധിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ കൃപയിൽ മറയ്ക്കണമേ. തിരുക്കരത്തിന് കീഴിൽ താണിരിപ്പാൻ, അവിടുത്തെ തിരുഹിതം ഇന്ന് തിരിച്ചറിഞ്ഞത് ചെയ്യുവാൻ, മനസ്സുപതിക്ക് രൂപാന്തരപ്പെടുവാൻ എല്ലാം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്ന് ഞങ്ങളോട് കൂടിയിരിക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ മഹാകൃപയാലും കരുണയാലും ഓരോ ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. ഇത് ദാവീദ് വ്യക്തമായി തിരിച്ചറിയുന്നത്, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയയാണെന്ന് തിരിച്ചറിയുന്നത് എടുത്തു പറയുന്ന ഒരു സങ്കീർത്തനമാണിത്. അതിലേക്ക് നമുക്ക് വരാം. ഇന്ന് നമ്മൾ 10ാമത്തെ ഒരു ഖണ്ഡികയിലേക്ക്, ഇതിലേക്ക് യോധെന്ന് പറയുന്ന ഇതിലേക്ക് വന്നിരിക്കുകയാണ്. 73 മുതൽ 80 വരെ ഉള്ള വാക്യങ്ങൾ. കൂടുതലെല്ലാം ഒരു ദൈവത്തെക്കുറിച്ച് എങ്ങനെ ഇത്രമാത്രം എഴുതാനായിട്ട് പറ്റും, തൻ്റെ ജീവിതത്തോട് ചേർത്ത്. ഈ ഒരു ജീവിത അനുഭവ സമ്പത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം പ്രാർത്ഥനകളായും അപേക്ഷകളായും യാചനകളായും സ്തോത്രങ്ങളായും എല്ലാം രൂപപ്പെടുത്തി, അല്ലെങ്കിൽ അത് ആ ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് അത് മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമാകത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനിൽ സംസാരിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമെന്ന് ദാവീദ് തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. ദൈവം നമ്മുടെ മേൽ, ഇപ്പോൾ നമ്മൾ മുമ്പ് ചിന്തിച്ച പോലെ ഒരു ഉപകരണം, ഒരു ഗിറ്റാർ അല്ലെങ്കിൽ ഒരു ഓർഗൻ, അത് ചുമ്മാ ഇരുന്നാൽ ഒരിക്കലും അത് ശബ്ദം വരികയില്ല. അതൊരു ഉടമസ്ഥന് ഉപയോഗപ്പെട്ടെങ്കിൽ ആ യജമാനൻ്റെ വിരലുകൾ അതിൽ സ്പർശിക്കുമ്പോഴാണ് അതിൽ നിന്ന് മധുരതരമായ സംഗീതം പൊഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതങ്ങളിലും ദൈവകരം വ്യാപരിക്കണം. നമ്മളെത്ര ശക്തരെന്നോ നമ്മളെൻ്റെ ബുദ്ധിമാനെന്നോ അവിടെ അതല്ല. ദൈവകരം വ്യാപരിക്കുമ്പോൾ നമുക്കും മറ്റുള്ളവരും ഫോർ അതേഴ്സ് അറിഞ്ഞും അറിയാതെയും അത് അനുഗ്രഹമായിട്ട് മാറും. പിന്നീട് ദൈവത്തിൻ്റെ കരമാണ് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ ശക്തിയായി ദൈവം മനസ്സിലാക്കി തരുമ്പോൾ, നമ്മളത് മനസ്സിലാക്കുമ്പോൾ എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിക്കും. തികഞ്ഞും ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മളെ തന്നെ അർപ്പിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ദാവീദ് അതാണ് പറഞ്ഞു തുടങ്ങുന്നത്. തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടായിരിക്കും. ദൈവത്തിൻ്റെ കരങ്ങൾ, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. അതാ ദാവീദിൻ്റെ പ്രാർത്ഥന. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ കരം, വലങ്കൈ, വീര്യമുള്ള വലങ്കൈ എന്ന് പറയും. വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈ, ശക്തിയുള്ള വലങ്കൈ, ബലമുള്ള ഭുജം കൊണ്ട് താങ്ങും എന്ന് പറയാം. അപ്പോൾ ഒത്തിരി വിശേഷണങ്ങൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച്. ഇവിടെ തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നതിൻ്റെ കൽപ്പനകൾ പഠിക്കുവാൻ ഈ ഒരു ചിന്തയാണ് ഏറ്റവും സവിശേഷമായത്. നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. ഇന്ന് അനേകർ ഈ ഫോൾസ് ടീച്ചിങ്സിലേക്ക് പോയി, നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കൊക്കെ പോയി മരമണ്ടന്മാരായി മഹാമൂഢന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഡിഗ്രിയൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം, ഒന്നുമില്ല. അതിൻ്റെയൊക്കെ സവിശേഷതയും നറുമണവും എല്ലാം നഷ്ടപ്പെട്ട് സൃഷ്ടാവിനെ ത്യജിക്കുന്ന ഒരു സൃഷ്ടികളായിട്ട് മാറുകയാണ്. മൃഗതുല്യരായിട്ട് മാറും. മൃഗതുല്യരെന്ന് പറയാൻ മൃഗങ്ങൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അത് തൻ്റെ സൃഷ്ടാവിനെ അറിയുന്നെന്നാണ് പറയുന്നത്. ദൈവം പറയുന്നുണ്ട്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, കാളത്തിൻ്റെ ഉടയവനെയും കഴുതൻ്റെ പുൽത്തൊട്ടിയും യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ജനമോ അറിയുന്നില്ല, ഗ്രഹിക്കുന്നില്ല എന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങളാണത്. അതുകൊണ്ടപ്പോൾ മൃഗം അതിനെതിരെ സ്ട്രൈക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ മൃഗത്തെ പോലെയാണെന്ന് പറഞ്ഞാൽ. ഒരു വളരെ രസകരമായൊരു ചെറിയൊരിതുണ്ട്. ഒരു കുട്ടിക്കഥകൾ പോലെ കാണാം.
അതൊരു പന്നിക്കുഞ്ഞുങ്ങൾ അമ്മയുടെ അടുക്ക് ചോദിച്ചിട്ട് പട്ടണത്തിൽ പോവുക, പട്ടണം കാണാൻ. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് ചുറ്റി കണ്ടു വരുമ്പോൾ 3 കുട്ടികളെങ്ങാണ്ടുണ്ട്, പന്നിക്കുട്ടികൾ. തിരിച്ചു വന്നിട്ട് ഓരോരുത്തർ എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നത് കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ അമ്മ അവിടെ ഒരു ചെളിക്കുണ്ട് കണ്ടു, ഒരു ഭയങ്കര ഒരു ഡേർട്ടി ആയിട്ടുള്ളത് കണ്ടു. ഓരോന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു പന്നിക്കുട്ടി പറയുക, അമ്മേ എന്താ അവിടെ മനുഷ്യർ നമ്മുടെ പേര് കൂടെ പറയുന്നു, നമ്മളതിന് അത്രയ്ക്ക് മോശപ്പെട്ടവരാണോ അമ്മേ, അവരെ പോലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നതായിട്ട് ഒരു പന്നിക്കുട്ടി പറയുക. കാരണം എടാ നീ പന്നിയെ പോലെ, അങ്ങനെ എന്തോ വാക്കുകളിൽ പറയുക. അപ്പോൾ ഈ കുട്ടി പറയും, നമ്മുടെ പേര് കൂടെ അവർ പറയുന്നത് കേട്ടല്ലോ ദൈവമേ അമ്മയെന്ന് അവിടെ പറയുന്നതായിട്ട്. അത് മൃഗങ്ങൾ പോലും പ്രതിരോധിക്കുമെന്ന് അവരെ പോലെയാണെന്ന് പറഞ്ഞാൽ. മൃഗങ്ങൾ സ്വന്തം ആഹാരത്തിന് വേണ്ടി മറ്റുള്ള ജീവജാലങ്ങളെ അതിന് നിയോഗിക്കപ്പെട്ടവയെ മാത്രമേ അത് കൊന്നു തിന്നുന്നുള്ളൂ. അതിനെല്ലാ ഫുഡും അതിന് അനുവദനീയമല്ല, അത് അങ്ങോട്ട് കിടക്കുന്നില്ല. കൊന്നാൽ അത് ഭക്ഷണവിധേയമാകുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഒരു ഉദ്ദേശമാണ്. ഇന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടു, നിർമ്മിക്കപ്പെട്ടു. അതിൻ്റെ ഫുൾഫിൽ ചെയ്യുകയാണ് എൻ്റെ ജീവിത ദൗത്യം. എന്നാൽ മനുഷ്യനോ തിന്നാൻ വേണ്ടി മനുഷ്യനെ മൃഗീയമായി കൊല്ലുന്നു. അതപ്പോൾ അത് വീഴ്ചയുടെ അല്ലെങ്കിൽ ദുഷ്ടതയുടെ ആധിക്യമാണ്, ദുഷ്ടസ്വാധീനമാണ് അതിൻ്റെയൊക്കെ കാണുന്നത്. ഇവിടെ പറയാം, തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും നിൻ്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണമേ. യെശയ്യാ-പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, 64-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം അതിൽ പറയുകയാണ്, നിൻ്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിൻ്റെ മുഖം ഞങ്ങൾ കാണാതെ കൊണ്ട് നീ മറച്ചു വെച്ചു, ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, ദൈവത്തെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുക. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമായിരിക്കണം. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങളെല്ലാവരും നിൻ്റെ കൈപ്പണിയത്രേ എന്ന് അവിടെ പറയുകയാണ്. കണ്ടോ, എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. നമ്മളെ മനയുന്ന, നമ്മളെ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തൃക്കരങ്ങൾ. അതാണ് ഇപ്പോൾ തൃക്കൈകൾ എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയിരിക്കുന്നു. നിൻ്റെ കൽപ്പനകളെ പഠിക്കുവാൻ എനിക്ക് ബുദ്ധി നൽകണം. അപ്പം നിൻ്റെ കൽപ്പനകൾ പഠിക്കാൻ ബുദ്ധി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ തിരുവചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കാൻ നിൻ്റെ ഭക്തന്മാർ എന്നെ കൊണ്ട് സന്തോഷിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അത് നമുക്ക് ശ്രേഷ്ഠമായിട്ട് കണ്ടിട്ടുണ്ടോ? മനുഷ്യവാക്കുകളെക്കാൾ, നമ്മുടെ മറ്റുള്ള സന്തോഷങ്ങളെക്കാളും ഒക്കെ ഞാൻ നിൻ്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. നമുക്ക് വചനത്തിൽ ആനന്ദിക്കാൻ പറ്റുന്നുണ്ടോ? വചനം വായിക്കുവാൻ, ഹൃദ്യസ്ഥമാക്കുവാൻ, പഠിക്കുവാൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് പറയുന്നത് അനേക ക്രിസ്ത്യാനികൾക്ക് ഒരു വചനം പോലും അറിയില്ല. അത് മറ്റുള്ള വിഭാഗങ്ങളിൽ, മതങ്ങളിലേക്കുള്ളവർ ബാല്യം മുതൽ അവർ പഠിക്കുകയാണ്, ബൈഹാർട്ടാക്കുകയാണ്. അവർക്കറിയാത്ത ഭാഷയാണ്, ലിപിയാണ്, പക്ഷേ എങ്കിൽ പോലും അവരത് ബൈഹാർട്ടാക്കുകയാണ്. നമുക്കോ അറിയുന്ന ഭാഷയിൽ നമ്മുടെ കാര്യങ്ങളിൽ എത്തിയിട്ടും അത് ധ്യാനിക്കുവാനോ അത് പഠിക്കുവാനോ ബൈഹാർട്ടാക്കുവാനോ അതിന് സമയം കണ്ടെത്താത്ത ഒരു തലമുറയുടെ ഒരു അനുഭവം എത്ര ദുരന്തപൂർണമായിരിക്കും. വഴിയറിയാതെ ഉഴലുന്ന ജീവിതങ്ങളായിട്ടത് മാറുകയാണ്. ഒരു ലക്ഷ്യബോധമില്ലാതെ തകർന്നു പോകുന്നു. എന്തിന് ജീവിക്കുന്നു എന്നറിയുന്നില്ല. ആദ്യം സന്തോഷകരമാണെന്ന് വിചാരിക്കുന്ന പലതിലേക്ക് ചെന്നിട്ട് കുറേ കഴിയുമ്പോൾ അതൊക്കെ മടക്കുകയാണ്. ഭക്ഷണ വൈവിധ്യങ്ങൾ സന്തോഷം തരുമെന്ന് പറഞ്ഞു, പിന്നെ ചെല്ലുമ്പോൾ രുചികളൊക്കെ വായിക്ക് അരോചകമായിട്ട് മാറുകയാണ്. പല ജീവിതത്തിൻ്റെ വഴിപഴച്ച ദുഷിച്ച പാതകൾ ആദ്യം സന്തോഷകരം നൽകുമെന്ന് വിചാരിക്കും, പിന്നെ അതിലൊക്കെ മടുപ്പാണ്. പിന്നെ എന്തിനൊക്കെയോ വേണ്ടി ഉള്ളൊരു നെട്ടോട്ടമാണ്. അതിൽ പലരും അപായപ്പെടുന്നു, അപകടപ്പെടുന്നു. വൈരാഗ്യവും അന്യോന്യം പകയും എല്ലാം വെച്ച് എന്തെല്ലാം കുടുംബങ്ങളിൽ പോലും അങ്ങനെ സംഭവിക്കും. കാരണം എന്നാണ് ദൈവഭക്തിയില്ല, ദൈവാശ്രയമില്ല, ദൈവഭയമില്ല. ഇവിടെ പറഞ്ഞ യഹോവേ, നിൻ്റെ വിധികൾ നീതിയുള്ളവെന്ന് വിശ്വസ്തയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു ഞാൻ അറിയുന്നു. നമ്മളെ ഉയർത്തുന്ന ദൈവം മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ നമ്മളെ താഴ്ന്നിരിപ്പാണ് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവം. ചില സ്ഥലങ്ങളിൽ എളിമപ്പെടുവാൻ, ചില സ്ഥലങ്ങളിൽ നമ്മൾ അത് പഠിക്കുവാൻ വേണ്ടി ചിലതൽക്കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അത് വിശ്വസ്തയോടെ ദൈവം നമ്മളെ താഴ്ത്തിയിരിക്കും, നമ്മൾ അറിയാനായിട്ട് സാധിക്കുക. അടിയനോളം നിൻ്റെ വാഗ്ദാനപ്രകാരം നിൻ്റെ ദയ എൻ്റെ ആശ്വാസത്തിനായി ഭവിക്കുമാറാകട്ടെ. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ കരുണ എനിക്ക് വരുമാറാകട്ടെ. നിൻ്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. അപ്പോൾ ജീവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ദയയാണ്. അടിയനോട് നിൻ്റെ വാഗ്ദാനപ്രകാരം നിൻ്റെ ദയ എൻ്റെ ആശ്വാസനായി ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ദയയും കരുണയും, മെർസിഫുൾനെസ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ലവ്.
ഇത് ദൈവത്തിൻ്റെ ദയ എന്നും അത് നമ്മളെ എന്നും കാക്കുന്നത് അതാണ്. ന്യായപ്രമാണത്തെ ഞാൻ രസിക്കുന്നു, അഹങ്കാരികൾ എന്നെ വെറുതെ മറച്ചിട്ടിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകട്ടെ. എന്നെ വെറുതെ മറച്ചിട്ടിരിക്കുക ലജ്ജിച്ചു പോകട്ടെ. അവർ ലജ്ജിച്ചു പോകട്ടെ എന്നാ, ഞാനോ നിൻ്റെ കൽപ്പനകളെ ധ്യാനിക്കുന്നു. അപ്പം അവനോട് എതിരിടാൻ പോവുമല്ല. അഹങ്കാരികൾ നമ്മളോട് തിന്മ ചെയ്യുന്നവരോടൊക്കെ തിന്മ ചെയ്യാൻ പോവുകയല്ല നമ്മളുടെ ജോലി എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിലേക്ക് തന്നെ തിരിഞ്ഞ് ദൈവത്തിങ്കിൽ നമ്മുടെ അപേക്ഷയും യാചനയും എല്ലാം അർപ്പിക്കുക. നീതിയോടെ ന്യായം വിധിക്കുന്ന ദൈവത്തിങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ വേണ്ടത്. നമ്മൾ സബ്മിറ്റ് ചെയ്യണം. കർത്താവേ, ഇന്നയാൾ ഇന്നത് പറയുന്നു, എന്നോട് അവനെ എങ്ങനെ ചെയ്തു, അവനത് മനസ്സിലാക്കി കൊടുക്കണമേ. അവന് ഉപദ്രവിക്കുന്നവർക്ക് ഇനി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക. ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് വേ ആണ്. അതൊരു സവിശേഷമായ പാതയാണ്. അതിൻ്റെ മനോഹാരിത ഭയങ്കര അത് വർണ്ണിക്കാൻ സാധിക്കാത്തതാണ്. ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമാകണം. ആ ഒരു തരത്തിലേക്ക് നമ്മൾ ഉയരണം. അതാണ് ഉയർച്ചയെന്ന് പറയുന്നത്. ശത്രുക്കൾക്ക് വേണ്ടി ഉപദ്രവിക്കുന്നവർ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവം. നമ്മൾ ക്ഷമിക്കുക, വ്യവസ്ഥ കൂടാതെ. അപ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നത് മാത്രമല്ല, അത് ആ വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. എതിരിടാൻ ആർക്കും പറ്റും. എതിർത്ത് പറയാൻ അവൻ ചെയ്യുന്ന പോലെ അവനോട് ചെയ്യാൻ തിന്മയ്ക്ക് പകരം തിന്മയെ ആർക്കും പറ്റും. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ കഴിയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇനി പറയാണ്, നിൻ്റെ ഭക്തന്മാരും നിൻ്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ. അവിടെ ദൈവത്തെ പ്രാർത്ഥിക്കുക. എന്താണ് ഏത് കൂട്ടാണ്, ഏത് കൂട്ടാളികളെന്നാണ്? ഇൻറ്റിമേറ്റ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഭക്തന്മാരും ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെ അറിയുന്നവരും. മറ്റുള്ളവരെ അവഗണിക്കുകയല്ല, പക്ഷേ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ആ ഒരു ഡിവൈൻ ഫെല്ലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പലിലുള്ള കൂട്ടുകാർ അതാണ് ഫെല്ലോഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ ഫ്രണ്ട്സ്, നിൻ്റെ കൂട്ടുകാരെന്ന് പറയുക, അവൻ്റെ കൂട്ടുകാരെന്ന് പറയുക, അവൻ്റെ സ്വഭാവം ഞാൻ പറയാമെന്നൊരു പഴമൊഴിയുണ്ട്. അതായത് ഒരേ തൂവലുള്ള പക്ഷികൾ ഒന്നിച്ച് കൂടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരു വ്യക്തിയോട് കൂട്ടുകൂടാൻ സാധിക്കുമ്പോൾ വ്യക്തിയുടെ സ്വഭാവത്തെയും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവം അതായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് തനിമയാർന്ന ഒരു ദൈവികതത്തിൽ നമ്മൾ ഈ ചേമ്പലയിൽ വെള്ളം പറ്റുകയില്ലാത്തതുപോലെ ഇതൊന്നും പറ്റാത്ത ഒരു കവറിങ്, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ കവറിങ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ പൊതുസമൂഹത്തിലേക്കുമൊക്കെ മറ്റുള്ളവരുടെയൊക്കെ ബന്ധത്തിലേക്ക് ഇറങ്ങാൻ. എന്തിനാ ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥനയോടെ ചെന്ന് നോക്കുക. കാരണം അവൻ്റെ വായിൽ നിന്ന് വരുന്ന മറ്റുള്ള ഭാഗത്തു നിന്ന് വരുന്ന ഒരു വാക്ക് നമ്മളെ ആക്രമിക്കാം. ഒരു വാക്ക് നമ്മളെ ഹിറ്റ് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അത് സൂക്ഷ്മതയോടെ ഓരോ വാക്ക് ദൈവകൃപയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഓരോന്നിൻ്റെ ഇടപെടണമെന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. അപ്പോൾ അവിടെ ലജ്ജയില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ലജ്ജിതരാകുകയില്ല. അവൻ നമ്മുടെ ലജ്ജയ്ക്ക് വിധേയരാക്കുവാൻ വിടുകയില്ല. ഞാൻ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം നിൻ്റെ ചട്ടങ്ങളിൽ നിഷ്കളങ്കമായിരിക്കട്ടെ. ഒരു പ്യുവർ ഹാർട്ട്, എപ്പോഴും ഒരു ഓപ്പൺ ഹാർട്ട്. ദൈവം എല്ലാം അറിയുന്നു. ദൈവത്തിന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല എൻ്റെ ജീവിതത്തിൽ. ഒരു തുറന്ന പുസ്തകം പോലെ. മറ്റുള്ളവരെന്ത് വിചാരിക്കുക നമ്മൾ ചിന്തിക്കേണ്ട. എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവർ നമ്മൾ കാണണമെന്നൊന്നുമില്ല. മറ്റുള്ളവരെങ്ങനെയായിട്ട്, പക്ഷേ എൻ്റെ ദൈവത്തിന് ഞാനിതാ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു സമ്പൂർണ്ണമായി. നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പോൾ ഞങ്ങളായിരിക്കുന്ന പ്രകാരം ഞങ്ങളെ തന്നെ എതിർക്കരത്തിന് ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെ മെനയുന്ന അവിടുത്തെ കരത്തിനായ സ്തുതി. അവിടുന്ന് തക്ക സമയത്ത് ഉയർത്തുവാൻ അവിടുത്തെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീനെന്ന തിരുവെഴുത്തിനായി സ്തോത്രം. ഞങ്ങളെ താഴ്ത്തുന്നതും ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ചിലതെല്ലാം ഞങ്ങളെ പരിശീലിപ്പിക്കുവാൻ അവിടുത്തെ വഴികൾ എത്ര അത്ഭുതമേറിയതാണ്. ആ തൃക്കരങ്ങൾ ഞങ്ങളെ തന്നെ കൊച്ചുവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു. തിരികതം പോലെ മെനയണമേ, തിരുവിഷ്ടം പോലെ ഞങ്ങളിൽ വ്യാപരിക്കണമേ. അപ്പോൾ എന്തിനാണ് അത് തിരിച്ചറിയുവാൻ എപ്പോഴും പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളുടെ ബുദ്ധിയെ, ചിന്തയെ, ആലോചനയെല്ലാം അവിടെ നിന്ന് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഡീലിങ്സ്, എല്ലാ ഞങ്ങളുടെ ജീവിത നടത്തിപ്പുകളും തിരുനാമം മഹത്വപ്പെടുത്തണമേ. തിരുസാന്നിധ്യത്തിൻ്റെ മറയ്ക്കണമേ. യേശുവേ, രക്തത്താൽ ഞങ്ങൾ കഴുകുകയും ഞങ്ങൾ സൂക്ഷിക്കണമേ. ഇതുവരെ നല്ല കൃപകൾക്കായി സ്തുതി, എല്ലാ നന്മകൾക്കായി സ്തോത്രം. മഹത്വത്തോടെ നിന്ന് മാത്രം എടുക്കണം. പിതൃത്വ പരിശുദ്ധാത്മാദൈവത്തിന് ആ മഹത്വത്തിനായി തന്നെ. ആമേൻ, ആമേൻ. എനിക്ക് നിന്നോട് ചൊല്ലിടാൻ എൻ ഹൃദയം കാണുന്ന കർത്താവേ, എങ്കിലും യാചിപ്പിൻ എന്ന നിൻ വചനത്താൽ, നിൻ കൃപയ്ക്കായി ഞാൻ യാചിക്കുന്നു.